ഈ പഞ്ചായത്തിന്റെ കഴിഞ്ഞ 4 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ശരിയായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ പഞ്ചായത്തിലുള്ള സാധാരണ ജനങ്ങൾ. ബിജെപിയുടെ എൻഡിഎയുടെ ഒരു ഭരണം ഈ പഞ്ചായത്തിൽ വന്നതിന് ശേഷം വളരെ സുതാര്യമായ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ കാലാകാലങ്ങളിലായി നടന്നുകൊണ്ടിരുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിപ്പിച്ച് ഈ പഞ്ചായത്തിലുള്ള എല്ലാ പൗരന്മാരെയും തുല്യമായി കണക്കാക്കി നല്ല രീതിയിലുള്ള ഭരണ സംവിധാനമാണ് കഴിഞ്ഞ 4 കൊല്ലവും ഇവിടെ നടന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 4 കൊല്ലം പ്രതിപക്ഷ കക്ഷികൾക്ക് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ ശ്രീമതി PT ഉഷ രാജ്യസഭയിലേക്കുള്ള അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അവരുടെ ആദർശ ഗ്രാം പദ്ധതിയിലേക്ക്, സംസദ് ആദർശ് ഗ്രാം യോജനയിലേക്ക് തിരഞ്ഞെടുക്കാൻ ഏത് പഞ്ചായത്തിനെ വേണമെന്ന് തീരുമാനിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ നിശ്ചയിച്ച പഞ്ചായത്ത് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ വേറെയും എംപിമാരുണ്ടല്ലോ. തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാരും രാജ്യസഭാ അംഗങ്ങളും ഞാൻ ഈ നാട്ടിലെ നിഷ്പക്ഷമതികളായിട്ടുള്ള ജനങ്ങളോടും പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളോടും വിനയത്തോടെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീമാൻ സുരേഷ് ഗോപിയും ശ്രീമതി PT ഉഷയും തെരഞ്ഞെടുത്ത ആദർശ ഗ്രാമങ്ങൾ നിങ്ങൾ പോയി കാണണം. ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് UDF LDF എംപിമാരുടെ ആദർശ ഗ്രാമങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആദർശ ഗ്രാമമായിട്ട് തെരഞ്ഞെടുത്തപ്പോ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ നിരവധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, എല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് അധികാരത്തിൽ BJP വന്നതിന് ശേഷം ചില ആളുകൾക്ക്, കോൺഗ്രസുകാർക്കാണെങ്കിൽ തീരെ സഹിക്കുന്നില്ല. കോൺഗ്രസിന് അറിയുന്നില്ല ആരാണ് ഈ നാടിന്റെ യഥാർത്ഥത്തിൽ ഈ ഭരണസ്തംഭനം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കുന്നത്. അവരുടെ അന്ധമായ രാഷ്ട്രീയ വിരോധം കാരണം അവർ BJPയാണ് കുറ്റപ്പെടുത്തുന്നത്. അതിന് കോൺഗ്രസ് എന്ന് പറയുന്നത് ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ എന്ന് അവർക്ക് ഇപ്പോഴും കേരളത്തിൽ മനസ്സിലായിട്ടില്ല. ഭരണകക്ഷിയായും പ്രതിപക്ഷമായിട്ടും ഒരേ സമയം പ്രവർത്തിക്കുന്ന വിചിത്രമായ ഒരു പാർട്ടിയാണ്. VD സതീശന്റെ പാർട്ടിയാണല്ലോ. ഈ പിണറായി വിജയൻ ഇങ്ങനെ അധികാരത്തിലിരിക്കുന്നതിന് ആരാണ് കാരണക്കാരനെന്ന് ചോദിച്ചാൽ അതിന് 1-ാം നമ്പർ ഉത്തരവാദി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ്. അത് എല്ലാ കാര്യത്തിലും കോൺഗ്രസ് പിണറായി വിജയനെ സഹായിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് പിണറായി വിജയൻ സർക്കാർ. ഒരു സമരവും UDF നടത്തുന്നില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണസ്തംഭനം ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണസമിതിയുടെ തലയിലല്ല. അതിന് കാരണം ഭരിക്കുന്ന സർക്കാരാണ്. കേരളത്തിലെ ജനങ്ങളെ നേരിട്ട് സഹായിക്കുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ശരിയാം വണ്ണത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ആരാണ് ഈ ദുസ്ഥിതിയിൽ എത്തിച്ചത്? ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ ഈ നാട്ടിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഞാൻ പറയാം. നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാർ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? ഇപ്പൊ ലൈഫ് മിഷൻ പദ്ധതി സമ്പൂർണമായിട്ട് കേരളത്തിൽ അവതാളത്തിലായിരിക്കുകയാണ്. പള്ളിക്കത്തോട് പഞ്ചായത്ത് അല്ലല്ലോ ഉത്തരവാദി, പഞ്ചായത്ത് ഭരണസമിതി അല്ലല്ലോ. 8 ലക്ഷം അപേക്ഷകളാണ് കേരള സർക്കാർ കഴിഞ്ഞ 8 വർഷമായി 8 ലക്ഷം പാവപ്പെട്ടവരുടെ വീടിനുള്ള അപേക്ഷകളാണ് ചുവപ്പ് നാടയിൽ കൂടി കെട്ടിക്കിടക്കുന്നത്. വീട് കൊടുക്കുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പുതിയ അപേക്ഷകൾ സ്വീകരിക്കും, അത് മറക്കും.
സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്നാണ് പറയുന്നത്. ഇതിന് ഉത്തരവാദി ഏതെങ്കിലും ഗ്രാമപഞ്ചായത്താണോ? നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും അഭിമാന പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ, ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്ത്, കേരളത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതി അവതാളത്തിലായിരിക്കുകയാണ്. ആരാണ് ഉത്തരവാദി? മോദി സർക്കാർ. കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട 50% തുകയും എല്ലാ കൊല്ലവും സംസ്ഥാനത്തെ ട്രഷറിയിലേക്ക് വന്നിട്ടുണ്ട്. 10% ഗ്രാമപഞ്ചായത്ത്, 40% സ്റ്റേറ്റ് ഗവൺമെന്റ്. കേരള സർക്കാർ പണം മാറ്റിവെക്കാത്തത് കൊണ്ട് കേരളത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതി മുടങ്ങിയിരിക്കുകയാണ്. 6000 കോടി രൂപയുടെ കുടിശ്ശികയാണ് ജൽജീവൻ മിഷൻ പദ്ധതിയിലെ കരാറുകാർക്ക് കേരള ഗവൺമെന്റ് കൊടുക്കാനുള്ളത്. മോദിയുടെ കടമല്ല, കേന്ദ്ര സർക്കാരിന്റെ കുടിശ്ശികയല്ല. ഈ പഞ്ചായത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 80% ജൽജീവൻ മിഷൻ പദ്ധതിയും പൂർത്തിയായിരിക്കുകയാണ്. പക്ഷെ പൂർത്തിയാവാത്ത എത്രയോ പഞ്ചായത്തുകളുണ്ട്. പഞ്ചായത്തുകൾ കഷ്ടപ്പെട്ട് അവരുടെ 10% കൊടുത്താലും സംസ്ഥാന ഗവൺമെന്റിന്റെ 40% കിട്ടുന്നില്ല. ഉത്തരവാദി പിണറായി വിജയൻ സർക്കാരാണ്. പള്ളിക്കത്തോട് പഞ്ചായത്തിൽ വന്ന് CPM-കാരോടൊപ്പം സമരത്തിനിറങ്ങുന്ന കോൺഗ്രസുകാരെ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എന്ത് ആത്മഹത്യാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇവിടെ സ്പിൽ ഓവറിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പഞ്ചായത്തുകളെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവുന്നുണ്ടോ? പഞ്ചായത്തുകൾക്ക് വിഹിതം മാറ്റിവെക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവുന്നുണ്ടോ? എല്ലാ ഭാരവും പഞ്ചായത്തുകളുടെ നിലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കോവിഡ് വന്ന കാലത്ത് പിണറായി വിജയന്റെ വൈകുന്നേരത്തെ 4 മണി തള്ളല്ലാതെ എന്തെങ്കിലും ഒരു നയ പൈസ കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ടോ? എല്ലാ ചുമതലയും ആളുകളെ ക്വാറന്റൈനിൽ താമസിപ്പിക്കുന്നതിന്, ആളുകൾക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിന് എല്ലാ ചുമതലയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചു. എന്താ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തത്? വൈകുന്നേരം 4 മണിക്ക് നല്ല വെള്ള കുപ്പായിട്ടിട്ട് മുഖ്യമന്ത്രി വരും. എന്നിട്ട് എന്താ പ്രസംഗം? എല്ലാവരും കരുതണം, ആടിനെ കഴുത്തിൽ 2 കയറ് കെട്ടണം, പൂച്ചയ്ക്ക് വെള്ളം കൊടുത്ത പാത്രം കമത്തി വെക്കണം, പട്ടിയുടെ കൂടിന്റെ ലോക്കിടരുത്. ഓയ്, എന്ത് നല്ലൊരു മനുഷ്യൻ. ഒരു 5 നയ പൈസ നേരിട്ടോ അല്ലാതെയോ സംസ്ഥാന ഗവൺമെന്റ് ഈ കോവിഡ് കാലത്ത് കേരളത്തിലെ പാവപ്പെട്ടവർ കൊടുത്തിട്ടുണ്ടോ? പ്രതിപക്ഷം പറയണം, കോൺഗ്രസ്. ഈ പിണറായി വിജയന്റെ പാർട്ടിയെ ന്യായീകരിക്കുന്നവരുണ്ടല്ലോ. വാക്സിൻ കൊടുത്തത് മോദി, പാരസെറ്റമോൾ കൊടുത്തത് മോദി, വൈറ്റമിൻ സി കൊടുത്തത് മോദി, മാസ്ക് കൊടുത്തത് മോദി, PP കിറ്റ് കൊടുത്തത് മോദി, അരി കൊടുത്തത് മോദി, ഗ്രാമീണ ആരോഗ്യ മേഖല പഞ്ചായത്ത് ആശുപത്രിയിൽ മരുന്ന് കൊടുത്തത് മോദി, താലൂക്ക് ആശുപത്രിയിൽ മരുന്ന് കൊടുത്തത് മോദി, എല്ലാം കൊടുത്തത് മോദി. പിണറായി എന്താ കൊടുത്തത്? നിങ്ങൾ വാക്സിൻ ക്യൂബയിൽ നിന്ന് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ആ ക്യൂബയിലേക്ക് മോദിയാണ് ഈ രാജ്യത്ത് നിന്ന് വാക്സിൻ കയറ്റി അയച്ചത്. ഇന്ത്യക്കാർക്ക് മാത്രമല്ല, എത്രയോ രാജ്യങ്ങളിൽ പിണറായി വിജയൻ എന്ത് കൊടുത്തു? വൈകുന്നേരത്തെ ഉപദേശമല്ലാതെ എന്തെങ്കിലും ഒരു നയ 500 രൂപ മോദി ഇവിടുത്തെ എല്ലാ അമ്മമാർക്കും കിട്ടി. ആദ്യം 500 3 മാസം കിട്ടിയില്ലേ? ചെറിയ പൈസയാണ്, പക്ഷെ തൽക്കാലം പിടിച്ചു നിൽക്കാൻ. ഭക്ഷ്യധാന്യങ്ങൾ അന്ന് തുടങ്ങിയതാണ് ഫ്രീ, അല്ലെ? 5 കിലോ അരി ഫ്രീ. ഇന്നും അത് തുടരുന്നു. അംഗനവാടി പൂട്ടിക്കിടക്കുമ്പോ കുട്ടികൾക്ക് പയറും അരിയും പൊടിയും എല്ലാം വീട്ടിൽ കൊടുത്തു. സ്കൂൾ അടച്ചപ്പോ ഉച്ചഭക്ഷണത്തിന് സൗകര്യം വീട്ടിൽ കൊടുത്തു. കണ്ണിലെ കൃഷ്ണമണി പോലെ ഒരാള് പട്ടിണി കിടന്ന് മരിക്കാതെ പ്രിയപ്പെട്ട നരേന്ദ്രമോദി എല്ലാവരെയും സഹായിച്ചു. പിണറായി വിജയൻ എന്ത് സഹായിച്ചു? ഇനി അടുത്തത് പ്രളയം വന്നു. നമ്മളൊക്കെ അനുഭവസ്ഥരല്ല. 19 പ്രളയം, അതിനുശേഷം ഉണ്ടായ പ്രളയം. എന്താ പിണറായി വിജയൻ തന്നത്? ഒരു നയ പൈസ സർക്കാരിന് ചെലവില്ല. കുറെ പൈസ പിരിച്ചു. ഗൾഫിൽ പോയി പിരിച്ചു, അവിടെ പോയി പിരിച്ചു. CMDRF-ലേക്ക് കോടിക്കണക്കിന് വന്നു. മലയാളികൾ ഒറ്റക്കെട്ടായി കേരളത്തിലുള്ളവരും പുറത്തുള്ളവരും സഹായിച്ചു. എന്താണ് നമുക്ക് തന്നത്? നിങ്ങളുടെ മനസാക്ഷിയോട്, ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരോട് ഞാൻ ചോദിക്കുന്നു,
പ്രളയകാലത്തും കോവിഡ് കാലത്തും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റ് പാവപ്പെട്ടവന് എന്താണെന്ന് അറിയുന്നത്. അതേസമയം എല്ലാത്തിനും കുറ്റം പറയുന്ന മോദി എന്തെല്ലാം തന്നു. ഇപ്പൊ വയനാട്ടിലൊരു മഹാദുരന്തം ഉണ്ടായി. നിങ്ങൾ എല്ലാവരും ടി വിയിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ 10-15 ദിവസം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രളയം, ഈ മഹാദുരന്തം വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായപ്പോൾ എന്താണ് പിണറായി വിജയൻ അവിടെ ചെയ്തത്? എന്താണ് മോദി ചെയ്തത്? നിങ്ങൾ നോക്കും. രാത്രി 2 മണിക്ക് ഉരുൾപൊട്ടി. 5 മണിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഏകോപന സമിതി കാര്യാലയം തുറന്നു. നിങ്ങളെ കോട്ടയം ജില്ലയിലെ കാണക്കാരിക്കാരനായിട്ടുള്ള മന്ത്രി ഉണ്ടല്ലോ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി 4 മണിക്ക് ജോർജ് കുര്യനെ വിളിച്ചുണർത്തി നിങ്ങൾ വയനാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. 7 മണിക്ക് ജോർജ് കുര്യൻ കുളിച്ച് റെഡിയായി വയനാട്ടിലേക്ക് വന്നു. അവിടെ നടന്ന ഓരോ പ്രവർത്തനവും കേന്ദ്രം ചെയ്തതാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിന് ഒരാഴ്ച മുമ്പ് 9 കോളം NDRFനെ മോദി വയനാട്ടിലേക്ക് അയച്ചിരുന്നു. പക്ഷെ ഇവര് ഉപയോഗിച്ചില്ല. ആദ്യം ഓടിയെത്തിയത് NDRF. അവിടെ കുടുങ്ങിപ്പോയവരെ എല്ലാവരെയും രക്ഷിച്ചത് ഞാന് നമ്മുടെ നാട്ടിലെ ഫയർഫോഴ്സിനെയും കേരള പോലീസിനെയും അങ്ങേയറ്റം ആദരിക്കുന്നു. അവര് മനുഷ്യശേഷി കൊണ്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും കൊണ്ടുവന്നത് ഇന്ത്യൻ സൈന്യമാണ്. സൈന്യത്തിന്റെ 3 വിഭാഗങ്ങളും അവിടെ വന്നു: ആർമി, ഫയർഫോഴ്സ്, നേവി. ഞങ്ങൾ അവിടെ രാവിലെ 10 മണിക്കെത്തി. അപ്പൊ അവിടെ ആ മനുഷ്യരെ, ജീവൻ രക്ഷപ്പെട്ട മനുഷ്യരെ കരഞ്ഞു പറയുകയാണ് കേട്ടോ. അവിടെ മുണ്ടക്കൈയിലെ പുഞ്ചിരി മേട്ടലയും എത്രയോ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്ക് അവരെ രക്ഷിക്കാൻ കഴിയില്ല. നോക്കൂ, സൈന്യം അവിടെ അവശേഷിച്ച ഒരു ആൽമരത്തിൽ കയറ് കെട്ടി ആ കുത്തിയൊലിക്കുന്ന പുഴയിൽ സ്വന്തം ജീവൻ മറന്നു നൂറുകണക്കിന് ധീരജവാന്മാർ ആദ്യ ദിവസം മുഴുവൻ അവിടെ നിന്ന് ആളുകളെ രക്ഷിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങള് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. വൈകുന്നേരം ആവുമ്പോഴേക്കും എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ വരും. അപ്പൊ അവർ വിശ്വസിച്ചില്ല. അങ്ങനെ ഇന്ത്യയിൽ എവിടെ നടക്കാത്ത കാര്യമാണ് ഇത്രയും ദ്രുതഗതിയിലുള്ള ഒരു നടപടി. ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു PMO അത്ര കാര്യമായിട്ടാണ് അവിടെ ഏകോപനം നടത്തുന്നത്. നോക്കൂ, നിങ്ങളെല്ലാരും കൺകുളിർക്കെ കണ്ടില്ലേ? ആ ദുരന്തത്തിന്റെ കണ്ണുനീരിനിടയിലും നമ്മുടെ സന്തോഷ കണ്ണുനീര് വന്നു. 200-300 ആളുകളെ വെച്ച് ഓരോ മലമടക്കിലും കുടുങ്ങിപ്പോയ ആളുകളെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ വന്ന് അത് അവിടെയാണ് ലാൻഡ് ചെയ്തത്. നിങ്ങൾ കണ്ടില്ലേ? ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് കണ്ടാൽ നിങ്ങൾക്കറിയില്ലേ എത്ര സത്വരമായ ഇടപെടല. ആ ചതുപ്പ് നിലത്തിൽ വന്ന് ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാവരും അവരുടെ കണ്ണ് നിറഞ്ഞുപോയി. അവരെ ഇവാക്യുവേറ്റ് ചെയ്തു ആ മലമടക്കുകളിൽ നിന്ന്. ഒരു കട്ടർ പോലും കേരള ഗവൺമെന്റ് കയ്യിലുണ്ടായിരുന്നില്ല. മരം മുറിക്കാൻ, കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ പൊളിക്കാൻ ഒന്നുമില്ല. നിങ്ങൾക്കറിയോ, ഇത്ര 500 രൂപയുടെ PPE കിറ്റിന് 1500 വാങ്ങിയ ടീച്ചറമ്മയുടെ നാടാണിത്. ഒരു ദിവസം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്, കാരണം അത് അത്രയും അഴുകിപ്പോയിരുന്നു. അത് കൊണ്ടുപോകാൻ PPE കിറ്റില്ല കേരളത്തിന്റെ കയ്യിൽ. നിങ്ങൾ വാർത്ത കണ്ടില്ല? PPE കിറ്റില്ല. അവിടെ കട്ടർ കൊണ്ടുവന്നു. എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള പുതിയ ഹിറ്റാച്ചികൾ വന്നു. സൈന്യം 32 മണിക്കൂർ കൊണ്ട് ബെയിലി പാലം അസാധാരണമായ വേഗതയിൽ അതിസാഹസികമായി സൈന്യം ബെയിലി പാലം പണിതു. അവിടെ രക്ഷാപ്രവർത്തനം കുടുങ്ങിപ്പോയവർക്ക് ആഹാരവും മരുന്നും ഹെലികോപ്റ്ററിൽ അവിടെ ഇറക്കി. തുടർച്ചയായി എല്ലാ വിഭാഗത്തിന്റെയും സേനാംഗങ്ങൾ അവിടേക്ക് കൊണ്ടുവന്നു. എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, മരുന്ന്, സാങ്കേതിക വിദഗ്ധർ, പട്ടാളത്തിലെ അതിസാഹസികമായ തെരച്ചിൽ നടത്തുന്നവർ, മുങ്ങൽ വിദഗ്ധന്മാർ. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നാം കണ്ടിട്ടില്ലാത്ത അത്യത്ഭുതകരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടത്തിയത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഇയാൾ ഈ തെരഞ്ഞെടുപ്പിലെല്ലാം തോറ്റ് പാർട്ടിക്കുള്ളിലാകെ നാറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ വൈകുന്നേരം വീണ്ടും തുടങ്ങി 4 മണി. എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്? ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയത്തും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല.
അറിയോ നിങ്ങൾക്ക് ഈ ദുരന്തം വിളിച്ചു വരുത്തിയതാണ്? ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു 200 സെന്റിമീറ്ററിൽ കൂടുതൽ 200 മില്ലിമീറ്ററിൽ കൂടുതൽ 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ അവിടെ അതിരൂക്ഷമായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാവുമെന്നുള്ള മുന്നറിയിപ്പ് ഇവർ അവഗണിച്ചു. എന്താ കാരണം? ആ മലമടക്കുകളിലെല്ലാം ഹോം സ്റ്റേയും റിസോർട്ടുമാണ്. എല്ലാം പണിതിരിക്കുന്നത് CPM-മാരും കോൺഗ്രസുകാരും ലീഗുകാരാണ്. കളക്ടറേറ്റിൽ നിന്ന് തൊട്ടടുത്ത പഞ്ചായത്തുള്ള പുത്തൂർ വയലിൽ പോലീസുകാർ പോയി ആളുകളെ ഒഴിപ്പിച്ചു, ആദിവാസികളെ. നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒഴിപ്പിച്ചില്ല. എന്താ ഒഴിപ്പിക്കാതിരിക്കാൻ കാരണം? ഒഴിപ്പിക്കാൻ ഇങ്ങനത്തെ ഇത്രയും വലിയൊരു ഉരുൾപൊട്ടുമെന്ന് ഇവർ വിചാരിച്ചില്ല. ഈ റിസോർട്ടുകളടക്കം ഹോം സ്റ്റേകളടക്കം ഒലിച്ചു പോകുന്ന അവർ വിചാരിച്ചില്ല. പക്ഷേ അവരുടെ കച്ചവടത്തിന് അത് ബാധിക്കും, അങ്ങനെയുള്ള ഒരു സ്ഥലമാണെന്ന് വന്നാൽ. അതുകൊണ്ട് അവർ ആരെയും ഒഴിപ്പിച്ചില്ല. അതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞുണ്ടായ പ്രവർത്തനങ്ങൾ എന്താണ്? സന്നദ്ധ സംഘടനകൾ, സേവാഭാരതി, മറ്റ് രാഷ്ട്രീയ സംഘടനകൾ എല്ലാവരും, BJP ഉൾപ്പെടെ എല്ലാവരും അവിടെ കഠിനമായി പരിശ്രമിച്ചു. ഇത് സർക്കാർ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, എല്ലാവരും ചേർന്ന് ചെയ്യേണ്ടതാണ്. നമ്മൾ മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചു. നമ്മൾ കാണേണ്ട ഒരു കാര്യം, 630 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷം ദുരന്ത പ്രതിരോധത്തിനായി മോദി സർക്കാർ കൊടുത്ത പണം ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ഒരു പൈസ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചില്ല. 265 കോടി രൂപ ദുരന്ത നിവാരണ ഫണ്ടിൽ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഈ കാലയളവിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു പൈസയും അവർ ചെലവഴിച്ചില്ല. ആദ്യഘട്ടത്തിൽ നടന്ന എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ആവശ്യമായ പണം കൈമാറിയത് മോദി സർക്കാരാണ്. അവിടെ രാഹുൽ ഗാന്ധിയും വന്നു, പിണറായി വിജയനും വന്നു. എന്താ അവർ പോയിട്ട് നിങ്ങൾ കണ്ടില്ലേ? അവർ രണ്ടാളും വന്ന് ദൂരെ നിന്ന് എല്ലാം കണ്ടിട്ട് പോയി. മോദിയോ, പ്രധാനമന്ത്രി വന്നു, 7-8 മണിക്കൂർ അവിടെ ചെലവഴിച്ചു. ആകാശവീതിയിലൂടെ കണ്ടു, നടന്ന് നേരിട്ട് പോയി കണ്ടു. ക്യാമ്പുകളിൽ പോയി, ആശുപത്രികളിൽ പോയി, അവലോകന യോഗത്തിന് പോയി. എന്നിട്ട് പറഞ്ഞു ഒരു തടസ്സവുമില്ല പണം തരാൻ, വിശദമായ മെമ്മോറാണ്ടം നൽകണം. ഇവരെന്ത് ചെയ്തു? ആദ്യം തന്നെ 2000 കോടി കടിക്കും. ഇതെന്താ ഏർപ്പാട്? ഇത് ആളുകളോട് പൈസ ചോദിക്കും പോലെയാണോ സർക്കാരിനോട് ചോദിക്കേണ്ടത്? ഈ ദുരന്തം ഏത് ലെവലിലാണ്? ഇത് വ്യാപ്തി എത്രയാണ്? എന്തെങ്കിലും പഠനം നടന്നിട്ടുണ്ടോ? ഒരു പഠനവും നടത്താൻ 2000 കോടി കടിക്കും. ഇത്രയും ദിവസമായിട്ടും സർക്കാരിന് പുനരധിവാസത്തെ കുറിച്ച് ഒരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്രം പണം ഒരു തടസ്സമല്ല എന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏത് കാര്യത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന ഒട്ടുമിക്ക പദ്ധതികളുടെയും പണം കേന്ദ്രം നമുക്ക് നൽകുന്നതാണ്. പക്ഷെ അവിടെയെല്ലാം സംസ്ഥാന വിഹിതത്തിന്റെ കാര്യം വരുമ്പോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ കാശില്ലെന്നാണ് പറയുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ആളുകൾക്ക് വീട് കിട്ടാത്തത്. അതിന്റെ ഫലമായിട്ടാണ് ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ കഴിയാത്തത്. അതിന്റെ ഫലമായിട്ടാണ് അംഗനവാടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിന്റെ ഫലമായിട്ടാണ് കൃഷിഭവനുകളിലൂടെയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം തടസ്സപ്പെടുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ക്ഷീരകർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളിൽ കുറവ് വരുന്നത്. നേരിട്ട് കൊടുക്കാനാണെങ്കിൽ റേഷൻ കടയിൽ ഒരു തടസ്സവുമില്ല. മോദി സർക്കാർ നേരിട്ട് കൊടുക്കുന്ന അരിയുടെ കാര്യത്തിൽ ഒരു തടസ്സവുമില്ല. നരേന്ദ്രമോദി സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും വിജയകരമായി പരീക്ഷിച്ച് വിജയിച്ച ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ എല്ലാവർക്കും കിട്ടുന്നില്ല. എന്താ കാരണം? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അതിനോടുള്ള സമീപനമാണ്. നഗരപ്രദേശങ്ങളിൽ അർബൻ PMAY ഫലപ്രദമായി നടപ്പാവുന്നു. പക്ഷെ റൂറൽ PMAY സംസ്ഥാന ഗവൺമെന്റുമായി സഹകരിച്ച് നടത്തുന്നതിൽ അവതാളത്തിലാണ്. പ്രധാനമന്ത്രി നേരിട്ട്, കേന്ദ്ര സർക്കാർ നേരിട്ട് ബാങ്കുകൾ വഴി വായ്പ, വീടിനുള്ള വായ്പ നൽകുന്നതിൽ ആ പ്രോജക്ട് ഭംഗിയായി നടക്കുന്നു ഇന്ത്യയിൽ.
പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജന ഭംഗിയായിട്ട് നടക്കുന്നു. പ്രധാനമന്ത്രിയുടെ നേരിട്ട് നടത്തുന്ന എല്ലാ പദ്ധതികളും ഈ രാജ്യത്ത് തടസ്സം കൂടാതെ നടക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഈ പദ്ധതികൾക്കെല്ലാം ഉള്ളത് കേരളത്തിലാണ്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന്, തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന കേന്ദ്ര പദ്ധതികളെല്ലാം തന്നെ കേരളത്തിൽ പരാജയപ്പെടുന്നു. ഉത്തരവാദി പിണറായി വിജയൻ സർക്കാരാണ്. റെയിൽവേ നേരിട്ട് നടത്തുന്നതാണ്, ഒരു തടസ്സവുമില്ല. ഇത്തവണ 4000 കോടി രൂപയാണ് കേരളത്തിൽ റെയിൽവേ വികസനത്തിന്. കേരളത്തിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനുകളും വിമാനത്താവളത്തിന് മാതൃകയിലുള്ള നൂതനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളായിട്ട് മാറ്റുന്നു. സംസ്ഥാന ഗവൺമെന്റ് ആകെ ചെയ്തു കൊടുക്കേണ്ടത് റെയിൽവേ വികസനത്തിന് എന്താണ്? ലാൻഡ് അക്വിസിഷൻ, ഭൂമി ഏറ്റെടുക്കൽ. അത് അവർ അവതാളത്തിലാക്കിയത് കൊണ്ടാണ് നാഞ്ചൻകോട് നിലമ്പൂർ പാത അവതാളത്തിലായത്, ശബരി റെയിൽ പാത അവതാളത്തിലായത്. സ്റ്റേറ്റ് ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് അല്ല. ഞാൻ പറഞ്ഞു വന്നത്, കേന്ദ്രം നേരിട്ട് നടത്തുന്ന എല്ലാ പദ്ധതികളും ഫലപ്രദമായി വിജയിക്കുന്നു. എവിടെയെല്ലാം സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതികളുണ്ടോ അതെല്ലാം അവതാളത്തിലായി. ഇവിടെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല, ഉന്നതന്മാരുടെ നികുതി കുടിശ്ശിക തിരിച്ചുപിടിക്കാൻ കഴിയുന്നില്ല, ക്വാറി മാഫിയകളുടെയും കുത്തകകളുടെയും കുടിശ്ശിക സംസ്ഥാനത്തെ കുമിഞ്ഞുകൂടുകയാണ്. അവരെ തൊടാൻ ധൈര്യമില്ല. പകരം വീട്ടുനികുതി, വെള്ളക്കരം, കറണ്ട് ചാർജ്, ഇങ്ങനെയൊക്കെയുള്ള പാവപ്പെട്ടവനെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം 8-10 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുന്നു. നേരിട്ട് കുത്തക കമ്പനികൾ സംസ്ഥാനങ്ങൾ കൊടുക്കേണ്ട കുടിശ്ശിക പിരിക്കാൻ കഴിയുന്നില്ല. അവരുമായിട്ട് ധാരണയിലാണ്. തൊഴിലവസരങ്ങളില്ല, ടൂറിസം വളരുന്നില്ല, വ്യവസായം തകർന്നു, പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം തകർന്നു, കാർഷിക മേഖല തകർന്നു. നേരിട്ട് കേന്ദ്രം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നു. റബ്ബറിന് വില കുറഞ്ഞപ്പോ ഇറക്കുമതി ചുങ്കത്തിൽ വർധനവ്, ടാക്സ് കൂട്ടി. മാത്രമല്ല, അസംസ്കൃത റബ്ബർ, അതിന് ടയർ കമ്പനികൾ, അതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ അവര് അധികം റബ്ബർ ഇറക്കുമതി ചെയ്യാതിരിക്കാൻ പല പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ അതിനെല്ലാം മറികടന്നു. പാമ്പ്ലാനി പിതാവ് പറഞ്ഞിരുന്നു, 300 രൂപയായാൽ 2 എംപിമാരെ ഫ്രീ ആയിട്ട് തരാന്ന്. നമ്മുടെ അതാ 275 ആയി 2 എംപിമാരെ തരാനുള്ള സമയമായി. കാരണം 275 രൂപ 2010 ശേഷം റബ്ബറിന് ഇത്രയധികം വില ഉയർന്നിട്ടുള്ള കാലം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത്, കേന്ദ്രം ചെയ്യേണ്ടതെല്ലാം ഇവര് പറഞ്ഞിരുന്നല്ലോ 250 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നത്. അവിടെ റബ്ബർ ബോർഡ് മെമ്പർമാരിയ്ക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസുകാരെ, എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോടൊന്നും പറയാനില്ല, നിങ്ങളുടെ തലയിൽ വേറെ ഒന്നുമില്ല. പക്ഷെ കോൺഗ്രസുടെ ഒരു പ്രതിപക്ഷല്ലേ, അവരെന്തിനാണ് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിനെതിരെ രംഗത്ത് വരുന്നത്? ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത്, ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളെല്ലാം CPM ഭരിച്ചോട്ടാലും കുഴപ്പമില്ല, BJP ഭരിക്കുന്നതാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്ന 12 ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ത്യ സഖ്യം നിലവിൽ വന്നു. ഞങ്ങള് അധികാരത്തിലുണ്ടായിരുന്ന 12 ഗ്രാമപഞ്ചായത്തുകളിൽ കേരളത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നു. ഈ ജില്ലയിലുണ്ട്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. UDF-ഉം LDF-ഉം ഒന്നിക്കുന്നു. അവർക്ക് BJP വരരുത്. കാരണം കൈയിട്ട് വാരാൻ പറ്റില്ല. BJP-യുടെ ഭരണസമിതി വന്നാൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. ചക്കരക്കോട്ടത്തിൽ കൈയിട്ട് വരെ എല്ലാവരും നക്കുന്നു. ഞങ്ങളില്ല. ഞങ്ങൾ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലും ഇന്നേ വരെ, പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്നു, 2ാം തവണയും അധികാരത്തിൽ വന്നു, ഒരു അഴിമതി ആരോപണം ഇതുവരെ വന്നിട്ടില്ല. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിനെതിരെ കഴിഞ്ഞ 4 കൊല്ലവും ഒന്നും പറയാനില്ലാത്തവര് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുതിയ കഥകളുമായി വന്നാൽ അതിനെ നേരിടാനുള്ള കരുത്തുള്ള പ്രവർത്തകന്മാരും ജനങ്ങളുമുള്ള ഗ്രാമപഞ്ചായത്താണിത്. 2025-ൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ BJP-യെ തന്നെ തെരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതുകൊണ്ട് കള്ളപ്രചരണം നടത്തുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു. ഇപ്പൊ നിങ്ങൾ നോക്ക്, ദുരന്തം ഉണ്ടാവുമ്പോ ഒക്കെ
സാലറി ചാലഞ്ച്. ജീവനക്കാര് പഞ്ചായത്തുകൾ അവർ കൊടുക്കണം. എല്ലാം എന്ത് വന്നാലും ഒന്നുകിൽ ജീവനക്കാർ കൊടുക്കണം, അല്ലെ പഞ്ചായത്തുകൾ കൊടുക്കണം. പിന്നെ എന്തിനാണ് ഇവിടെ ഒരു സർക്കാർ ഇരിക്കുന്നത്? ഞാൻ ആ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? നൂറുകണക്കിന് സ്ത്രീകൾ ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾ സ്ത്രീ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിലെ അനാശാസ്യ പ്രവണതകൾക്കെതിരായിട്ട് ഒരു കമ്മിറ്റിയെ വെച്ചു. അന്ന് ഒരു വലിയ വായയിൽ പറഞ്ഞു, സിനിമാ രംഗത്തെ അനാശാസ്യമായ പ്രവണതകൾ കണ്ടെത്തി അതിന് പരിഹാരം കാണും. ഇപ്പൊ പറയുന്നത് പരാതി പറഞ്ഞവർ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നാണ്. നടിമാര് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ എന്തിനാണ് ഹേമ കമ്മിറ്റിയെ വെച്ചത്? അപ്പൊ സംരക്ഷിക്കപ്പെടേണ്ടവർ സർക്കാരിനകത്താണ്. അതുകൊണ്ട് സ്ത്രീ വിമോചനമില്ല. ബംഗാളിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള നടി പറഞ്ഞു, എന്നെ പീഡിപ്പിച്ചത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്, അന്വേഷണമില്ല, കടലാസ് വരട്ടെ എന്നാണ് പറഞ്ഞത്. ഇത്രയും പരസ്യമായി പറഞ്ഞാൽ സ്ത്രീ പീഡന കേസിൽ അന്വേഷണം നടത്തണ്ടേ? സർക്കാർ ഒരു അന്വേഷണം നടത്തുന്നില്ല. നടൻ സിദ്ദിഖിനെതിരായി അതിജീവിത പറയുകയാണ്, ഞാൻ പോലീസിന് പരാതി കൊടുത്തു, എന്നിട്ട് ഒരു നടപടി ഉണ്ടായില്ല. നമ്പർ 1 കേരളം ഇങ്ങനെയാണോ? എല്ലാ രംഗത്തും ഈ നാട്ടിൽ അനാശാസ്യ പ്രവണതകളാണ്. മയക്കുമരുന്ന് ഇനിയിപ്പോ അടുത്ത് വരാൻ പോകേണ്ട കാര്യമാണ്. സിനിമാ മേഖലയിൽ നടക്കുന്ന ഡ്രഗ് ട്രാഫിക്കിങ്ങിനെതിരായി ഇനി ഇത് മാത്രം പോരാ. സിനിമാ മേഖലയിലെ ഉൾക്കുത്തുകൾ ചെറുതല്ല, വലിയ ഡ്രഗ് ട്രാഫിക്കിംഗ് നടക്കുകയാണ്. അവരാണ് അതിന്റെ ഇപ്പോ WCCയുടെ പേരിലൊക്കെ പറയുന്ന ആൾക്കാർ പലരും, അവരെയൊക്കെ നയിക്കുന്ന മെന്റർമാർ പലരും, മട്ടാഞ്ചേരി മാഫിയകൾ, അവര് പലരും വേറെ പണിയാണ് നടത്തുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ എല്ലാ രംഗത്തും പരാജയപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ സ്ത്രീകളുടെ താല്പര്യം സംരക്ഷിക്കുന്നില്ല, ചെറുപ്പക്കാർക്ക് തൊഴിലില്ല, സർവത്ര അഴിമതിയാണ്, വർഗീയ പ്രീണനമാണ്. ഇതിന് കുടപിടിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് പ്രിയപ്പെട്ടവരെ നിർഭാഗ്യവശാൽ കേരളത്തിലുള്ളത്. ആ ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും നേരിട്ട് എതിർക്കാൻ ഇവിടെ ഒരേ ഒരു രാഷ്ട്രീയ മുന്നണി മാത്രമേ ഉള്ളൂ. അത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചു. LDFും UDFും മാത്രമല്ല, മൂന്നാമതായി വിശ്വാസ്യതയുള്ള ഒരു ബദൽ കേരളത്തിൽ വളർന്നു വരുന്നു. വിജയിക്കാൻ കഴിയുന്ന മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുന്നു. അങ്ങനെയാണ് ഒരു MP-യും 20% വോട്ടുമായി NDA കേരളത്തിൽ ശക്തിപ്പെട്ടത്. അതിന്റെ വേവലാതിയാണ് ഈ കാണുന്നത്. ഇതിപ്പോ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ മാത്രമല്ല, ഇത് BJP അധികാരത്തിൽ വരാൻ പോകുന്ന, ജയിക്കാൻ പോകുന്ന, എല്ലായിടത്തും കാണാൻ പോകുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് കരുതിയിരിക്കുക. LDFും UDFും ഒരേ കള്ള നാണയത്തിന് രണ്ടു വശം. കഴിഞ്ഞ പ്രാവശ്യം UDFിന്റെ MLA ആയിരുന്ന ആളാണ് ഇപ്പോൾ ഇവിടെ LDFിന്റെ MLA. കഴിഞ്ഞ പ്രാവശ്യം UDFിൽ മത്സരിച്ച MP-യാണ്, ഇപ്രാവശ്യം LDFിൽ മത്സരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം LDFിൽ മത്സരിച്ച MP-യാണ്, ഇപ്പോ UDFിന്റെ MP ആയിട്ടോ. ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ, കോട്ടയം ജില്ലയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഈ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി മോദി സർക്കാരിനോടൊപ്പം, ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം, ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങളുടെ ഒരു കള്ളപ്രചരണവും ഇവിടെ നടക്കില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വ ക്യാമ്പയിൻ 1-ാം തീയതി ആരംഭിക്കുകയാണ്. ഇതിനെല്ലാമുള്ള മറുപടി ഈ പഞ്ചായത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളെയും പാർട്ടിയിൽ അംഗങ്ങളാക്കി ചേർത്തുകൊണ്ട് നിങ്ങൾ മറുപടി കൊടുക്കണം എന്ന് മാത്രം വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. പുതുതായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പുതിയ നമ്മുടെ സഹോദരന്മാരെ ഈ വേദിയിലെ സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കുകയാണ്. ഈ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ആരംഭിക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ അവർ മെമ്പർഷിപ്പ് എടുത്ത് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഉണ്ടാവും. അതിനുവേണ്ടി മണ്ഡലം സെക്രട്ടറി ശ്രീ ശിവദാസ് ചേട്ടനെ ക്ഷണിക്കും.
ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനവുമായി കണ്ട് സമന്വയപ്പെട്ട് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ 4-5 പേർ കടന്നു വന്നിരിക്കുകയാണ്. അവരെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ആദരിക്കുകയാണ്. ആദ്യമായി അഡ്വക്കേറ്റ് CN പരമേശ്വരൻ നമ്പൂതിരി അവരുടെ ക്ഷണിച്ചു. അടുത്തായി അഡ്വക്കേറ്റ് ശ്രീമുരുകൻ KR. വിനോദ് MJ മാടവന. KN ബാലചന്ദ്രൻ നായർ. ശ്രീ ബിനോയ് മാടവന CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗം എന്നീ തറകളിൽ പള്ളിക്കത്തോടെ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം BJPയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അടുത്തായി ശാന്തമ്മ KJ പാറയ്ക്കൽ. BJPയിലേക്ക് കടന്നു വന്ന പുതിയ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളു.